ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഇൻഫോ ടോക്ക് ഷോ. നമ്മുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ NCC റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ NCCയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. NCC എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിതൊരു മോക്ക് ടെസ്റ്റ് പോലെയാണ് നടത്തുന്നത്. 4 ഓപ്ഷൻസ് ഉണ്ടാവും. ഉത്തരം നിങ്ങൾ ഗസ് ചെയ്യുക. വീഡിയോയുടെ അവസാനം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുൻപ് ആദ്യമായിട്ട് ഈ ഒരു ചാനൽ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരുപാട് വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: NCC എന്നതിൻ്റെ പൂർണ്ണരൂപം എന്ത്? NCC എന്നതിൻ്റെ പൂർണ്ണരൂപം എന്ത്? ഓപ്ഷൻസ്: നാഷണൽ കേഡറ്റ് കോർപ്സ്, നാഷണൽ സിവിൽ കോർപ്സ്, നാഷണൽ കാഡ്രെ കോർപ്സ്, നാഷണൽ ക്യാമ്പ് കോർപ്സ്. ഉത്തരം ഇതാണ്, ഓപ്ഷൻ എ, നാഷണൽ കേഡറ്റ് കോർപ്സ്. രണ്ടാമത്തെ ചോദ്യം: NCC സ്ഥാപിതമായ വർഷം. NCC സ്ഥാപിതമായ വർഷം. ഓപ്ഷൻസ്: 1947, 1948, 1950, 1952. ഉത്തരം ഇതാണ്, ഓപ്ഷൻ ബി, 1948. NCC സ്ഥാപിതമായ വർഷം 1948 ആണ്. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: NCC ഏത് മന്ത്രാലയത്തിൻ്റെ കീഴിലാണ്? ഓപ്ഷൻസ്: വിദ്യാഭ്യാസ മന്ത്രാലയം, ആഭ്യന്തര മന്ത്രാലയം, പ്രതിരോധ മന്ത്രാലയം, യുവജന മന്ത്രാലയം. ഉത്തരം ഇതാണ്, ഓപ്ഷൻ സി, പ്രതിരോധ മന്ത്രാലയം. NCC ഏത് മന്ത്രാലയത്തിൻ്റെ കീഴിലാണ്? പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ കീഴിലാണ്. നാലാമത്തെ ചോദ്യം ഇതാണ്: NCCയുടെ മുദ്രാവാക്യം. സർവീസ് ബിഫോർ സെൽഫ്, യൂണിറ്റി ആൻഡ് ഡിസിപ്ലിൻ, ജയ് ഹിന്ദ്, നേഷൻ ഫസ്റ്റ്. ശരിയായ ഉത്തരം ഇതാണ്, യൂണിറ്റി ആൻഡ് ഡിസിപ്ലിൻ. അപ്പോൾ NCCയുടെ മുദ്രാവാക്യം എന്താണ്? യൂണിറ്റി ആൻഡ് ഡിസിപ്ലിൻ. അഞ്ചാമത്തെ ചോദ്യം ഇതാണ്: NCC ദിനം ആചരിക്കുന്നത്. ഓപ്ഷൻസ്: ജനുവരി 4-ാം ഞായർ, ഓഗസ്റ്റ് 15, നവംബർ 4-ാം ഞായർ, ജനുവരി 26. ഉത്തരം ഓപ്ഷൻ സി ആണ്, നവംബർ 4-ാം ഞായർ. NCC ദിനം ആചരിക്കുന്നതെന്നാണ്? നവംബർ മാസത്തിലെ 4-ാമത്തെ ഞായറാഴ്ചയാണ് NCC ദിനം ആചരിക്കുന്നത്. ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. NCC ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഓപ്ഷൻസ്: മുംബൈ, ചെന്നൈ, ന്യൂഡൽഹി, കൊൽക്കത്ത. ശരിയായ ഉത്തരം ന്യൂഡൽഹി. NCC ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഏഴാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. NCCയുടെ 3 വിങ്ങുകൾ. NCCയുടെ 3 വിങ്ങുകൾ. ഓപ്ഷൻസ്: ആർമി നേവി എയർഫോഴ്സ്, ആർമി നാവൽ എയർ, ലാൻഡ് സീ എയർ, ഇൻഫൻട്രി നേവി എയർ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ആർമി നേവൽ എയർ. NCCയുടെ 3 വിങ്ങുകളാണ് ആർമി നേവൽ എയർ. NCC പതാകയിലെ ചുവപ്പ് നിറം സൂചിപ്പിക്കുന്നത്. NCC പതാകയിലെ ചുവപ്പ് നിറം സൂചിപ്പിക്കുന്നത്. ഓപ്ഷൻസ്: നേവൽ വിങ്, എയർ വിങ്, ആർമി വിങ്, NCC ഹെഡ്ക്വാർട്ടേഴ്സ്. ശരിയായ ഉത്തരം ഓപ്ഷൻ സി ആണ്, ആർമി വിങ്. NCC പതാകയിലെ ചുവപ്പ് നിറം സൂചിപ്പിക്കുന്നത് ആർമി വിങ്ങിനെയാണ്. ഒമ്പതാമത്തെ ചോദ്യം ഇതാണ്: NCC പതാകയിലെ കടും നീല നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ്: ആർമി, നേവൽ, എയർ, പോലീസ്. ഉത്തരം ഇതാണ്, ഓപ്ഷൻ ബി, നേവൽ. NCC പതാകയിലെ കടും നീല നിറം സൂചിപ്പിക്കുന്നത് നേവൽ ഫോഴ്സിനെയാണ്. പത്താമത്തെ ചോദ്യം ഇതാണ്: NCC പതാകയിലെ ഇളം നീല നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? ഓപ്ഷൻസ്: ആർമി, നേവി, എയർ വിങ്, BSF.
ശരിയായ ഉത്തരം ഇതാണ്, ഓപ്ഷൻ സി എയർ വിങ്. NCC പതാകയിലെ ഇളം നീല നിറം സൂചിപ്പിക്കുന്നത് എയർ വിങ്ങിനെയാണ്. 11ാമത്തെ ചോദ്യം ഇതാണ്, NCCയിലെ ഏറ്റവും ഉയർന്ന സർട്ടിഫിക്കറ്റ്. ഓപ്ഷൻസ് A, B, C, D. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. സി സർട്ടിഫിക്കറ്റ് ആണ് NCCയിലെ ഏറ്റവും ഉയർന്ന സർട്ടിഫിക്കറ്റ്. 12ാമത്തെ ചോദ്യം ഇതാണ്, ജൂനിയർ ഡിവിഷന്റെ പ്രായപരിധി. ജൂനിയർ ഡിവിഷന്റെ പ്രായപരിധി. ഓപ്ഷൻസ് 10 മുതൽ 15 വരെ, 13 മുതൽ 18.5 വരെ, 18 മുതൽ 26 വരെ, 15 മുതൽ 20 വരെ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 13 മുതൽ 18.5 വരെ. 13ാമത്തെ ചോദ്യം ഇതാണ്, സീനിയർ ഡിവിഷന്റെ പരമാവധി പ്രായം. ഓപ്ഷൻസ് 24, 25, 26, 27. ഉത്തരം ഓപ്ഷൻ സി ആണ്, 26. സീനിയർ ഡിവിഷന്റെ പരമാവധി പ്രായം 26. 14ാമത്തെ ചോദ്യം ഇതാണ്, RDC എന്നത്. ഓപ്ഷൻസ് റിപ്പബ്ലിക് ഡേ ക്യാമ്പ്, റിപ്പബ്ലിക് ഡിഫൻസ് ക്യാമ്പ്, റീജിയണൽ ഡെവലപ്മെൻറ്റ് ക്യാമ്പ്, റിപ്പബ്ലിക് ഡ്രിൽ ക്യാമ്പ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്, റിപ്പബ്ലിക് ഡേ ക്യാമ്പ്. RDC എന്നാൽ റിപ്പബ്ലിക് ഡേ ക്യാമ്പ് എന്നാണ് ഫുൾ ഫോം. 15ാമത്തെ ചോദ്യം ഇതാണ്, RDC നടക്കുന്നത് എവിടെ? RDC നടക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻസ് മുംബൈ, ന്യൂഡൽഹി, പൂനെ, ബാംഗ്ലൂർ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ന്യൂഡൽഹി. RDC നടക്കുന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിൽ വെച്ചാണ് റിപ്പബ്ലിക് ഡേ ക്യാമ്പ് നടക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മോക്ക് ടെസ്റ്റ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. അടുത്ത ചോദ്യം നിങ്ങൾക്കായുള്ളതാണ്. ഈ സ്പെഷ്യൽ ക്വസ്റ്റ്യൻ്റെ ഉത്തരം എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പേരും ക്ലാസ്സും ആഡ് ചെയ്യാൻ മറക്കണ്ട. ചോദ്യം ഇതാണ്, NCCയുടെ ചിഹ്നത്തിലെ താമരപ്പൂക്കളുടെ എണ്ണം എത്രയാണ്? ചോദ്യം നോക്കിക്കോളൂ. NCCയുടെ ചിഹ്നത്തിലെ താമരപ്പൂക്കളുടെ എണ്ണം എത്രയാണ്? ഓപ്ഷൻസ് നോക്കാം. 10, 15, 17, 20. 10, 15, 17, 20. അപ്പോൾ ഓപ്ഷൻസ് നോക്കി ശരിയായ ഉത്തരം എല്ലാവരും കമൻറ്റ് ചെയ്യുക കേട്ടോ. NCCയുടെ ചിഹ്നത്തിലെ താമരപ്പൂക്കളുടെ എണ്ണം എത്രയാണെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തേണ്ടതാണ്. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബും ചെയ്തു വെച്ചോളൂ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.